ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ നിധി സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഗായത്രീനെ പോയി കാണണം, കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയണം, നമ്മൾ തമ്മിൽ കല്യാണം കഴിഞ്ഞതെല്ലാം ഫേക്കാണ്, ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, മിക്കവാറും വേഗം തന്നെ ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവും, എനിക്ക് ഗായത്രി ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് പോയി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നിധി പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ നേരിട്ട് പോയി ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കാം, സുധീഷ് പോവുകയാണെങ്കിൽ പിന്നെയും നുണ പറയണമെന്നാണെങ്കിലും ആ കുട്ടി വിചാരിക്കുക, ഞാൻ തന്നെ പോയിട്ട് അവളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്നിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാം, ഉടനെ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി പറഞ്ഞതിന് ശേഷം നിങ്ങൾ തമ്മിൽ ലവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ലല്ലോ, സുധീഷിന് അത്രയ്ക്ക് ഇഷ്ടമല്ലേ ഗായുവിനെ, ഗായക്കുട്ടിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ പോയി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിധി പറയുന്നുണ്ട്. അത് കേട്ട് സുധീഷിന് ഒരുപാട് ടെൻഷനായിട്ട് ഇങ്ങനെ സങ്കടം വന്നിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേണ്ട നിധി ഇതിൽ ഇടപെടേണ്ട, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, നിധി അങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. സുഭാഷും പറയുന്നുണ്ട്, അച്ഛനും എല്ലാവരും പറയുന്നുണ്ട് അതായിരിക്കും നല്ലത്, നിധി തന്നെ പോയിട്ട് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരും പറയുന്നുണ്ട്. നിധി ഭാസ്കറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാം, അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതിനെന്താ മോളെ, ഞാൻ സപ്പോർട്ട് ചെയ്യാലോ, അവന് ഇഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നിധി പറയുന്നതെല്ലാം കേട്ട് നികേഷും ഹരീഷും കൂടെ ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിധിയും നികേഷും കൂടെ ഗായത്രീൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അത് സുധീഷ് സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിധിക്ക് എന്നോട് ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, പക്ഷേ അത് ഇങ്ങനെ ആയിത്തീരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി സുഭാഷ് ഏട്ടാ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കരയൊക്കെ ചെയ്യുന്നുണ്ട്. സുഭാഷും ഹരീഷും കൂടെ പറയുന്നുണ്ട്, നിധിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വരുമ്പോഴേക്കും വീടൊക്കെ വൃത്തിയാക്കി വെക്കണം, ആ പെൺകുട്ടി വരുമ്പോൾ വീടൊക്കെ നല്ല നീറ്റായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വൃത്തിയാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓടിപ്പിടിച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭാസ്കറാണ് ആ പുറത്ത് പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അത് കേട്ടിട്ടാണ് അങ്ങ് സുധീഷിന് ഒരുപാട് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ആളെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നികേഷും നിധിയും കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് നികേഷ് പറയുന്നുണ്ട്, ഏടത്തി ശരിക്കും അവളെ കൂട്ടിയിട്ട് വരാനാണോ പോകുന്നത്, നിധിയടുത്തേക്ക് ഒരിക്കലും സുഭാഷേട്ടനോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തിനാണ് തോന്നേണ്ട ആവശ്യം, എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് വന്നിട്ടില്ല, എനിക്ക് എന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും സുഭാഷ് ചെയ്തിട്ടുണ്ടാവുക, പക്ഷേ എനിക്ക് ദേഷ്യം വന്നില്ലല്ലോ, അപ്പോൾ ആരാ കുരുക്കിൽ പെട്ടത്, സുഭാഷ് തന്നെയല്ലേ പെട്ടത്, ഞാൻ ആ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, അല്ലാതെ കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടൊന്നുമല്ല, സുഭാഷിനെ ഒന്ന് പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, വരുന്നവരെ ആൾ പേടിച്ചിരിക്കട്ടെ, ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ മീനെ ചീറ്റ് ചെയ്യുന്ന രീതിയിൽ പെരുമാറരുത്, ഒരു പെൺകുട്ടിയെ കണ്ട ആ പെൺകുട്ടിയെ വളയ്ക്കാനുള്ള ഒരു മൈൻഡ് പോലും തോന്നാൻ പാടില്ല, അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത്, നമുക്ക് എന്തായാലും ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അവളുടെ വീടെത്തിയതും അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, അപ്പോൾ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഗായത്രീനെ ഒന്ന് കാണണം, അവളുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നികേഷ് പറയുന്നുണ്ട്, ഇത് സുധീഷേട്ടൻ്റെ വൈഫാണ്, നിധി ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അവനും പറയുന്നുണ്ട്. അങ്ങനെ ഗായത്രിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.